ഹലോ, അപ്പൊ ഞാനിന്ന് പറങ്കാങ്ങ നന്നാൻ പോവാണ്. എനിക്കെന്താണ് ഈ പ്രാന്തുണ്ടോന്നൊന്നും ചോദിക്കരുത്. ഇവിടുന്ന് ഇങ്ങനെ തൊട്ടപ്പുറത്തെ പറമ്പിന് റോഡിന്റെ സൈഡിലായിട്ടാണ് ഇത് നിൽക്കണത് കേട്ടോ. അപ്പോൾ മതിലിന്റെ ഉള്ളിലാണ്, പക്ഷെ കൊമ്പ് ഇങ്ങോട്ട് ചാഞ്ഞിട്ടുണ്ട്. അപ്പം ഒന്ന് നിലത്ത് കിടക്കണുണ്ടു, പിന്നെ അതിന്റെ മേലെ ഉണ്ട്. റോഡിന്റെ സൈഡിലായതുകൊണ്ട് എനിക്കിങ്ങനെ പൊട്ടിക്കാൻ ഭയങ്കര മടിയാവും, ആൾക്കാർ ഇങ്ങനെ കൂടെ പോകേണ്ട വേണ്ടിയിട്ട്. അപ്പം ഞാനിപ്പോൾ ഇവിടെ പോയിരുന്നു. ഇന്ന് വാടക കൊടുക്കേണ്ട ദിവസമായിരുന്നു, ഇന്നല്ല മിനിയാന്നായിരുന്നു. അപ്പം ഞാൻ മറന്നു പോയിരുന്നു. അപ്പോൾ വാടക പൈസ എടുക്കാൻ വേണ്ടിയിട്ട് ATM പോയതാണ്. അപ്പോൾ പോണ സമയത്ത് ഓട്ടോ കാത്ത് നിൽക്കുമ്പോൾ ആ സൈഡിൽ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം പറങ്കി വാങ്ങാം. ഇഷ്ടംപോലെ ഉണ്ട് അവിടെ നിൽക്കണം. പക്ഷെ റോഡിൻ്റെ സൈഡായതുകൊണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ വണ്ടിയായിട്ട് പോകുമ്പോൾ ഇങ്ങനെ നോക്കുക. ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എടുക്കൂട്ടോ, വേറെ കാര്യം പൊട്ടിക്കും. പക്ഷെ താഴത്തൊന്നും എടുക്കണ്ടായിരുന്നു, അപ്പോൾ ഞാനത് എടുത്തു. പിന്നെ മോൻ പിരിച്ചു വെച്ചത്, അത് അതിൻ്റെ അണ്ടിയൊക്കെ വേറെ ആക്കി വെച്ചു. അപ്പം അതെടുത്തിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, കട്ട് ചെയ്ത് തിന്നാൻ പോവാണ്. അതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ ഒരു മാർക്ക് ഇങ്ങനെ കേടൊന്നുമല്ല, പക്ഷെ ഒരു എന്തോ ഒരു അടയാളം പോലെ ഇങ്ങനെ ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം അത് കട്ട് ചെയ്ത് കളയും. അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ കഴുകിയ തട്ടാവും. അങ്ങനെ ഇതുകൊണ്ടുണ്ട് ഒരു കടിച്ചാപ്പറച്ചി പറഞ്ഞ മുട്ടായി ഉണ്ടാക്കാൻ ഭയങ്കര ടേസ്റ്റ്. ഞാൻ ഹോസ്റ്റലിലൊക്കെ പെരിന്തൽമണ്ണ ഹോസ്റ്റലിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പഠിച്ചിരുന്ന സമയത്ത് പിള്ളേരെല്ലാവരും കൂടി വൈകുന്നേരം സമയത്തൊക്കെ എന്ത് ചെയ്യും, അധികം ചെയ്യല്ലേ എപ്പോഴാണെന്നറിയാം, നമ്മൾ സ്കൂൾ പൂട്ടില്ല, സ്കൂൾ മദ്രസൊക്കെ പൂട്ടിയതിൻ്റെ ശേഷം ഞങ്ങൾ ഹോസ്റ്റലിൽ കുറച്ച് പിള്ളേർ മാത്രമാവും. അപ്പം ഞങ്ങളുടെ ഇതായിട്ടുള്ള കുറച്ച് പരിപാടികളുണ്ട്. മൂച്ചീമ കയറുക, ചാമ്പക്കമ്മ കയറുക, പിന്നെ ഇഷ്ടംപോലെ പറങ്കിമാങ്ങൻ്റെ മരങ്ങളുണ്ടായിരുന്നു ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവിടെ നിന്നൊക്കെ പറങ്കിയാങ്ങ ഇഷ്ടംപോലെ ഉണ്ടാവും. അതൊക്കെ പെറുക്കി കൊടുത്തിട്ട് കൈകൊണ്ട് പിഴിഞ്ഞിട്ട് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് പിഴിഞ്ഞിട്ട് മറ്റേ ഹോസ്റ്റലിലത്തെ അടുക്കളയിൽ കയറിയിട്ട് എന്ത് ചെയ്യും, ചീനച്ചട്ടിയിൽ ഇതിൻ്റെ നീര് പിഴിഞ്ഞൊഴിച്ചിട്ട് എന്ത് ചെയ്യും, കുറച്ച് ശർക്കരയും വാങ്ങിപ്പിക്കും. അവിടുത്തെ സെക്യൂരിറ്റിൻ്റെ അടുത്ത് പൈസ കൊടുത്തിട്ട് ശർക്കരയൊക്കെ വാങ്ങിപ്പിക്കും. എന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയാം, പിന്നെ പിഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അടുപ്പത്ത് വെച്ചിട്ട് അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ച് ഞങ്ങൾ കടിച്ചാപ്പറച്ചി ഉണ്ടാക്കും. എന്തൊരു രസമായിരുന്നു എന്നറിയാം. ബിസ്മില്ലാ. നല്ല ടേസ്റ്റ് ഉണ്ട്. അതിന് തോനാണോ ഞാൻ ഇനി എന്താ കുട്ടികളെ പോലെ ആയി വെച്ച് കുടിയാണ്. അവനാ ടിലോന്റെ കുപ്പിക്ക് മുട്ടുസൂചി കൊണ്ട് ഒരു ഓട്ട കുത്തിയാണ്, അതിൽ കൂടെ വലിച്ചു കുടിക്കാൻ. ഇത് നോക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല, പക്ഷെ കറിയാവുമോ ഡ്രസ്സിൽ. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനം. പ്രത്യേകിച്ച് വർത്താനം പറയാൻ പറ്റില്ല. ആ സാധനം തുപ്പിയെങ്കിലേ വർത്താനം പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു ചങ്ക് കെട്ടിയ അവസ്ഥയാണ്. അപ്പം ഇപ്പോഴത്തെ പിള്ളേരൊന്നും വലിയ താല്പര്യമില്ലാത്തൊരു സാധനമാണിത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടത്തെ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടം. ഇതിൻ്റെ ഒരു ചവർപ്പ് ചിലർക്കൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നല്ലൊരു ഉരുണ്ട, നല്ല ഇങ്ങനെ എന്താ പറയുക, ഒരു പൊള്ള പോലെ ഉള്ള മറ്റേ പറങ്കിമാങ്ങക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ മഞ്ഞ കളറുള്ളത് ചിലത് വെറും മഞ്ഞ കളറിൽ മാത്രമുള്ള ഇതുണ്ട്. അത് ചിലത് നല്ല ടേസ്റ്റ് ഉണ്ടാവും, ചിലത് ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ ഈ പൊള്ള പോലെ നിൽക്കുന്ന ഈ പറങ്കിമാങ്ങ ഭയങ്കര രസമായിരിക്കും തിന്നാൻ കേട്ടോ. വായിലിട്ട് കഴിഞ്ഞാൽ പിന്നെ അവസാനം പറയാം കുറച്ച് പാടും. ഞാൻ തിന്നതിൻ്റെ ഭംഗിയൊന്നും ആരും നോക്കണ്ട. ഞാൻ തിന്നുന്ന സമയത്ത് ഭയങ്കര അലമ്പാണ്. പൊന്നിവിടെ വന്നാ എൻ്റെ മകന് കളിക്കാൻ പോയിട്ട് വീണിട്ട് മുട്ടൊക്കെ പൊട്ടിച്ച് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടോ. ഇതൊന്ന് കാണിച്ചു കൊടുത്താ മുറി. ഓ മതി. മുട്ടൊക്കെ പൊട്ടിച്ചിട്ട് അതവന് ഓടിയതാണ്. ഓടിയപ്പോൾ വീണിട്ട് മുട്ട് പൊട്ടി. അപ്പം ഞാൻ പറഞ്ഞു, ഒരുപാട് വട്ടം പറഞ്ഞു, ഓടല്ലയുടെ മോനെ വീണ് പോകുന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞേ കേൾക്കാതെ ഓടിയിട്ട് വീണിട്ട് ഞാൻ കണ്ട ചീത്ത പറഞ്ഞു ചോദിച്ചു. കാരണം വൈകുന്നേരം കളിയൊക്കെ കഴിഞ്ഞ് കുളിപ്പിച്ചിട്ടാണ് അകത്ത് കയറ്റാം. കുളിപ്പിക്കുന്ന സമയത്ത് ഇവനെന്ത് കാണുമല്ലോ, ഉമ്മച്ചി മുറി കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവൻ എന്താ ചെയ്തതെന്ന് അറിയോ,
ഇവൻ മണ്ണെടുത്തിട്ട് അതിൻ്റെ മുകളിലൊന്നാകും ഒരു ഓട്ട പോലെ ആയിരുന്നു ആ മുറി. എന്തോ കല്ലിലെന്തോ കൊണ്ട് ചെന്നിട്ട് കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തേക്കണ് മണ്ണെടുത്തിട്ട് പൊത്തിയിങ്ങനെ മണ്ണ് വാരി പൊത്തിക്കുന്നു. ഞാൻ കുളിപ്പിക്കുമ്പോൾ ഒരു ഡാർക്ക് കളർ കാണുന്നുണ്ട്, പക്ഷെ എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ മുട്ടുംകാലും എന്താ ഇങ്ങനെ ചടിയായിന്ന് ചോദിച്ചപ്പോൾ മുട്ടുകാലും എന്താ ചടിയായിന്ന് വെച്ചാൽ നീറുന്നുണ്ട് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറയാ ഒരു ഓട്ട പോലെ അതിനുള്ളിൽ നിറയെ മണ്ണ് കയറ്റി വെച്ചാണ്. ഞാൻ കാണാതിരിക്കാൻ വേണ്ടിയിട്ടേ ചോറിൻ്റെ കളർ മാറ്റാൻ നോക്കിയതാണ്. അപ്പം തന്നെ ഇവിടെ തൊട്ടടുത്തുള്ള നോവയിലൊക്കെ കൊണ്ടുപോയിട്ട് ഡോക്ടറൊന്നും കാണിച്ചില്ല, പക്ഷെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് മുറി കെട്ടിപ്പിച്ചു. 2 ദിവസമായി ഇപ്പം അത് കഴിഞ്ഞിട്ട്. വലിയ പ്രശ്നമൊന്നുമില്ല, എന്നാലും ആ ഒരു ഓട്ട പോലെ ആയതുകൊണ്ട് ചെറുതായിട്ട് പഴുത്തിട്ടുണ്ട്. ഓയ് മര്യാദക്കോടെ കൊണ്ടുവച്ചോ, ഇവിടെ വന്നിരുന്നോ. ഈ സാധനം വായിലിട്ട് ഞാൻ അപ്പം എന്താ ഇന്നലെ കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ട് ഒരുപാട് കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആർക്കും റിപ്ലൈ കൊടുക്കണില്ല. റിപ്ലൈ ഞാൻ വേണ്ടതിന് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയും എത്ര പോലും കമൻറ്റ് വരുന്നതാണ്. അപ്പോൾ അതിനൊക്കെ എല്ലാവർക്കും കമൻറ്റിന് റിപ്ലൈ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ്. ഞാൻ ഫോൺ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക ഇതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളുമല്ല. ഫോൺ നോക്കും, അധികം ഞാൻ കാണുന്നത് എന്താ പറയുക സിനിമകളാണ്, അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ വല്ലപ്പോഴും വരുള്ളൂ. ആ വരുന്ന സമയത്ത് ഞാൻ അതിലിങ്ങനെ നമ്മളിങ്ങനെ വീഡിയോ കാണുമല്ലോ, അത് മാത്രമേ കാണാനായിട്ടാണ് ഫേസ്ബുക്കിലൊക്കെ വരുന്നത്. പിന്നെ അതേപോലെ റീലുകൾ എന്തെങ്കിലും നോക്കി വെക്കാനാണ് ഇൻസ്റ്റയിൽ വരുന്നത്, റീല് ചെയ്യാനും വേണ്ടിയിട്ടും. അപ്പം അങ്ങനെ എന്താ പറയുക യൂട്യൂബിൽ തന്നെ ചില ആൾക്കാർ മെസ്സേജ് അയക്കുമല്ലോ. അപ്പം ഇന്നലത്തെ ഒരു വീഡിയോന് ഒന്ന് മെസ്സേജ് ഇടുമെന്ന് ചോദിച്ചതിന് വേറൊരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ആ മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ല അവൾ നോക്കൂല, ഞാൻ കുറേ ട്രൈ ചെയ്തതാണോ ഉണ്ടോ അങ്ങനെ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതിന് മോശമല്ലാത്ത മെസ്സേജുകൾക്ക് ഞാൻ റിപ്ലൈ കൊടുക്കലുണ്ട്. ചില മോശമായിട്ടുള്ള ചില മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കലുണ്ട്. ഇപ്പോൾ മോശം പറയണവരോടൊന്നും വലിയ അതൊന്നും ഇതാക്കലില്ല, കാരണം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. പിന്നെ ഞാൻ എന്താണെന്ന് എനിക്ക് എൻ്റെ പഠിച്ചോനെ അറിയാലോ, അത്ര മതിയെന്ന് ഞാനും വിചാരിച്ചു. ബോധ്യപ്പെടുത്തേണ്ട ഒരാവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ എനിക്ക് കാരണം എന്തോ പോലെ തോന്നി, നമ്മളുടെ ഒരു ഇതന്നെ കൊണ്ടുപോയി കളയണ പോലെ. അപ്പം അതവിടെ നിർത്തി. തിന്നോ ഇന്നലെ എങ്ങനെ ഞാൻ കാണാതെ മിഠായി എടുത്ത് കട്ടുന്നത്? അതെങ്ങനെയായിരുന്നു? ഇവിടെ വന്നിരിക്കും, അതിനെ കൂടി കാണട്ടെ. എൻ്റെ വീട്ടിലെ പെരുങ്കളനാണത്. മിഠായി കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടുന്ന ആരടാ? ഞാനോ? എനിക്ക് പിന്നെ വേറെ ആരാ കൊണ്ടുവന്നേരല്ലേ? അല്ല, എനിക്കൊരു മിഠായിക്കൊക്കെ പൂതി വന്നു കഴിഞ്ഞാൽ എന്റെ മോനല്ലേ എനിക്ക് വാങ്ങി തരേണ്ടത്. അപ്പൊ എങ്ങനെ? അപ്പൊ അതാണ് പ്രശ്നം. പിന്നെ ഞാൻ ആടുജീവിതം കണ്ടിട്ടോ. തൃശ്ശൂർ വെച്ചിട്ടൊരു ചെറിയൊരു ആഡ് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പം അതിന് പോയപ്പോൾ ഇത് തിരിച്ചു വരുമ്പോൾ കുറച്ച് ടൈം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആടുജീവിതം കണ്ടു. ഞാൻ അപ്പോൾ കുറേ ആൾക്കാർ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, 10 പൈസക്കില്ല, പൈസ വെറുതെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് തോന്നണേ നല്ല പണമുണ്ടല്ലോ. അത് മൊത്തത്തിലോ അതിൻ്റെ പകുതി എടുത്താൽ മതി, അങ്ങനെ ഇതാക്കല്ലേ, തിന്ന് തീർക്കല്ലേ. എന്നാ അനക്കന്നെ തിന്നാലോ, അനക്കന്നെ തിന്നാലും മൊത്തത്തിൽ തിന്നണ്ട, എടുത്ത് ബാക്കി കൊണ്ടക്ക്. അതിൽ ആ ഒരു പീസ് അതിക്കന്നെ വെക്ക്. ഇടകൊടുവാ ചാള് ഇറക്കടില്ലല്ലോ, രണ്ടി കയ്യിൽ നിന്ന് കഷ്ണം അടിക്ക. അത് പറഞ്ഞാൽ പറ്റൂല. ഇവൻ എന്താ സാധനം അറിയാൻ കൊണ്ടുപോയി അന്നേ കൊണ്ടക്ക്. എന്തായാലും വേണ്ട. ഓനെ അതിന്റെ വലിയൊരു പീസ് എടുത്ത് പൊട്ടിച്ച് പിടിച്ച് കൈ പിടിച്ചിട്ട് പറയണേ, ഞാൻ പറഞ്ഞു അങ്ങനെ കാണിക്കരുതെന്ന്. എന്താണ് അതെനിക്ക് എന്നിട്ട് കൊണ്ടാക്കാൻ പോവാ. എടാ മോനെ, ഇത്ര പോകുന്ന പീസ് മൊത്തമായിട്ട് കൊണ്ട് തിന്നാന്ന്. തിന്നാൻ തിന്നും, പക്ഷെ ഓവറാവണ്ട. ഇത് മതി. ഒരു കഷ്ണം എടുത്തിട്ട്
അത് ആ പറങ്കി വാങ്ങാം. ഇത് കൂടി തിന്നാൻ സമാധാനമായി. ഇന്നലെ അവിടെ നല്ല മഴ പെയ്തു. എന്ത് പിടിച്ച മഴ എന്നറിയാം. ഞാൻ ഇന്നലെ രാത്രി 2:30-3 മണി വരെ ഒന്നും ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് മഴ പെയ്തതും ഒക്കെ ശരിക്കും അറിയാൻ പറ്റി. എന്ന് വെച്ചാൽ പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ചോറ് നിന്നുകൊണ്ട് എന്ത് ചെയ്തു, നല്ല ഉറക്കണ്ട് ഉറങ്ങി. നല്ല ചെമ്മീൻ റോസ്റ്റ് ആയിരുന്നു ഉച്ചയ്ക്ക് ചോറ്റിക്ക് കേട്ടോ. അപ്പോൾ കുറച്ച് എരിവ് കൂടിപ്പോയി. അപ്പോൾ ഒരുപാട് വെള്ളം കുടിച്ചിരിക്കണം ഞാൻ ഇന്നലെ. വലിയൊരു കുപ്പി വെള്ളം ആ ചോറ് തിന്നതിൻ്റെ മേലെ ഞാൻ കുടിച്ചു. അപ്പോൾ എനിക്ക് വയറക്കണ്ട് നിറഞ്ഞിട്ട് പെട്ടെന്ന് ഉറക്കം വന്ന് ഞാൻ കിടന്നുറങ്ങിപ്പോയി. പിന്നെ 5 മണിക്ക് ഉച്ചയ്ക്ക് 1:30 എങ്ങാണ്ടും കിടന്നുറങ്ങിയിട്ട് 5 മണിക്കായിട്ടാണ് നീക്കുന്നത്. പിന്നെ രാത്രി ഉറക്കം കിട്ടണില്ല. പിന്നെ അടങ്ങി നിൽക്ക്, മര്യാദ ഇരിക്കുക, കൈ കാലൊക്കെ താഴ്ത്തിട്ടെ. എന്താ അറിയോ, ഉച്ചക്ക് ഉറങ്ങിയാ ഞാനില്ലേ ഉച്ചക്ക് ഉറങ്ങുമോ, അപ്പൊ രാത്രി ഉറക്കം കിട്ടണില്ല. അപ്പൊ അങ്ങനെ അപ്പോൾ ഉറങ്ങാൻ പറ്റിയില്ല. എന്നിട്ട് 2-3 മണി വരെ തിരിഞ്ഞും മറിഞ്ഞും കുറേ വട്ടം അങ്ങോട്ട് തിരിഞ്ഞ് കിടന്നത്. കുറേ ഫോൺ എടുത്ത് നോക്കും, പിന്നെയും കിടക്കും. അവസാനം എപ്പോഴോ നല്ല മഴ പെയ്തപ്പോൾ എന്ത് ചെയ്തു, സുഖമായിട്ടുണ്ട് ഉറങ്ങി. പുറത്തൊക്കെ ഒന്ന് വന്ന് നോക്കി, സിറ്റ് ഔട്ടിൽ കൂടെ നോക്കിയപ്പോൾ നല്ല മഴ. അപ്പം ഞാൻ നല്ല സുഖമായിട്ട് കിടന്നു. അപ്പം നീക്കണത് കുറച്ച് ലേറ്റായി. 7 മണിയായി നീറ്റപ്പം. സാധാരണ 6 മണിക്ക് നീക്കണാണ്. 7 മണിക്ക് അല്ല 7 മണി 7:45 നീറ്റപ്പം. ഇതിപ്പോൾ ഞാൻ തിന്നിട്ട് അല്ലെങ്കിൽ ഇപ്പം എന്നോട് ചോദിച്ചുകൊണ്ട് വരും. ബിസ്മില്ല പോടാ. അവൻ തന്നെയാണ് എല്ലാം വാങ്ങിക്കൊടുക്കണം കേട്ടോ. അവനൊന്നും വാങ്ങിക്കൊടുക്കാതിരിക്കില്ല. അവനെ ഇഷ്ടം. എൻ്റെ അടുത്ത് പൈസ ഉള്ളതിനനുസരിച്ച് വലിയ സംഭവം ഒന്നും ആക്കിയിട്ടൊന്നും വാങ്ങിക്കൊടുക്കലൊന്നുമില്ല. നമ്മൾക്ക് ഒതുങ്ങിയ എൻ്റെ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ച് എനിക്ക് വേണ്ടതൊക്കെ എൻ്റെ കുട്ടിക്ക് വാങ്ങിക്കൊടുക്കലുണ്ട്. പിന്നെ എന്താ പറയുക, കുക്കിലോ ഒതുങ്ങണ എല്ലാം കൊത്താൻ പറ്റുള്ളൂ. അത് കഴിച്ചിട്ട് പാകത്തിനുള്ളതൊക്കെ ഞാൻ വാങ്ങിക്കൊടുക്കലുണ്ട്. പിന്നെ വലിയ ആർഭാടമൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളെ മക്കള് ഒരാളെ മുന്നിൽ പോയിട്ട് നിൽക്കേണ്ട അവസ്ഥ വരരുത് എന്നല്ലേ. ഇല്ലെങ്കിൽ അത് കണ്ടിട്ട് വേറൊരു കുട്ടീൻ്റെ ഇത് കണ്ടിട്ട് നമ്മളൊന്നും മറ്റൊരാളുടെ ഉയർച്ചക്കനുസരിച്ച് നമുക്കൊന്നും ഉയരാൻ പറ്റിയെന്ന് വരില്ല. അത്രയൊന്നും എത്തിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഉണ്ടാവില്ല. എന്താ പറയുന്നേ. ഇപ്പൊ ഞാൻ കപ്പിൽ വെള്ളം എടുത്തിട്ട് കളിച്ച് നടക്കുമ്പോ ആലോചിക്കണേരടി കിടന്ന് പാഞ്ഞിരുന്നല്ലോ. ഒന്നുണ്ടോ? അപ്പൊ അങ്ങനെ അപ്പം ഇൻഷാ അല്ലാഹ് പിന്നെ വരണം. വെറുതെ ഒരു കണ്ടന്റും ഇല്ല, ഒരു തേങ്ങാക്കൊലിയും ഇല്ല. ഇപ്പൊ വെറുതെ വീഡിയോ എടുത്തിട്ട. അപ്പൊ ശരി പിന്നെ ടാറ്റ പറയാം. അവിടെ ഇന്ന് പറഞ്ഞാൽ കാണല്ലോ, ഇങ്ങോട്ട് താഴ്ത്തോ. ടാറ്റാ.